അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. സുഭാഷിതം. ദാവീദ് തന്റെ സംരക്ഷണത്തിന് വേണ്ടി ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാകുന്നു 143 സങ്കീർത്തനത്തിൽ. ദാവീദിന്റെ മുഴുവൻ ജീവിതത്തിലും നമുക്ക് പഠിക്കാനാകുന്ന പാഠമാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതം. അദ്ദേഹം ഒരു ഇടയബാലനായിരുന്നപ്പോഴും ശൗലിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാണരക്ഷാർത്ഥം ഓടിക്കൊണ്ടിരിക്കുമ്പോഴും താൻ രാജാവായി സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധം ഒരിക്കലും വിട്ടുകളഞ്ഞില്ല. ദുരിതങ്ങളും പ്രയാസങ്ങളും ഏറി വന്നപ്പോഴും, കൂടെയുള്ളവർ തന്നെ കല്ലെറിയുവാൻ ഒരുമ്പെട്ടപ്പോഴും, ശത്രുക്കൾ യുദ്ധത്തിനായി കടന്നു വന്നപ്പോഴും, താൻ ജീവിത പരാജയത്തിലേക്ക് വഴുതി വീണപ്പോഴും ദൈവവുമായുള്ള ആഴമേറിയതും ഉറ്റവുമായ ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏതവസ്ഥയിൽ നിന്നും തന്നെ കരകയറ്റിയ ജീവനാഡിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മാതൃകയാക്കേണ്ട സംഗതിയാണിത്. കഷ്ടതയിലും പ്രയാസങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമല്ല, സന്തോഷത്തോടും സമൃദ്ധിയോടും കൂടെ ഇരിക്കുമ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഇടിവ് വരുവാൻ പാടില്ല. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ശൈലി ശ്രദ്ധിച്ചാലും 2-ാം വാക്യത്തിൽ പറയുന്നു, അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ, ജീവനുള്ളവൻ ആരും തിരുസന്നയിൽ നീതിമാനാകയില്ലല്ലോ. 5 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു, നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു, നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു, ഞാൻ എൻ്റെ കൈകളെ നിങ്കിലേക്ക് മലർത്തുന്നു. തന്നെയുമല്ല, വരണ്ട നിലം പോലെ എൻ്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. യഹോവേ, വേഗം എനിക്ക് ഉത്തരമരുളേണമേ. തന്നെ സമ്പൂർണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിന്റെ നീതിയെ ഘോഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാകുന്നു. 8-ാം വാക്യം പറയുന്നത്, രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ഞാൻ എൻ്റെ ഉള്ളം നിങ്കിലേക്ക് ഉയർത്തുന്നുവല്ലോ. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ ഭക്തനും രാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട വിധമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. Let the morning bring me word of your unfailing love, for I have put my trust in you. Show me the way I should go, for to you I entrust my life. തുടർന്നും 10-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ദാവീദിനെ പോലെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന നിശ്ചയമായും ദൈവം കേൾക്കും. അവിടുത്തെ നാമനിമിത്തം നമ്മെ ജീവിപ്പിക്കും. അവിടുത്തെ നീതിയാൽ നമ്മുടെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കും. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പീഡിപ്പിക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കും. സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങൾ ഞങ്ങൾ അറിയുന്നു, അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സകല പാപങ്ങളും യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നടക്കേണ്ടുന്ന വഴി അറിയിച്ച് അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ പഠിപ്പിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. നീ എൻ്റെ സങ്കേതവും കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ സർവ്വവുമായി അടിയനിതാ, അടിയനിതാ ദേവാ, അടിയനിതാ
ദേവാ അടിയനിതാ ദേവാ